Dear students, Zoology, Principles of Inheritance and Variation എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോഡോമിനൻസ്, ഡൈഹൈബ്രിഡ് ക്രോസ് ഈ ടോപ്പിക്കുകളാണ്. അതിലാദ്യം നമുക്ക് കോഡോമിനൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലോ ഓഫ് ഡോമിനൻസ് എന്താണെന്നുള്ളത് പഠിച്ചു. മെൻഡൽ പ്രപ്പോസ് ചെയ്ത ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും പഠിച്ചു. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് മോണോഹൈബ്രിഡ് ക്രോസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ മോണോഹൈബ്രിഡ് ക്രോസിനെ ബേസ് ചെയ്താണ് ഈ രണ്ട് ലായും ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതായത് നമ്മൾ മനസ്സിലാക്കിയത് അലിൽസ് എന്ന് പറയുന്നത് ജീൻസിൻ്റെ രണ്ട് വ്യത്യസ്ത ഫോമാണ് അലിൽസ് എന്ന് പറയുന്നത്. ഡോമിനൻ്റ് അലിലും ഉണ്ട്, റിസസീവ് അലിലും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് വരികയാണെങ്കിൽ ഒന്ന് എക്സ്പ്രസ് ചെയ്യും. ഏതാണത് എക്സ്പ്രസ് ചെയ്യുന്നത്? ഡോമിനൻ്റ് അലിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ലോ ഓഫ് ഡോമിനൻസിൽ പറയുന്നത്. ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ വരുമ്പോൾ ഒരു ഫാക്ടർ മറ്റേ ഫാക്ടറിനെ ഡോമിനേറ്റ് ചെയ്യും. അതാണ് ലോ ഓഫ് ഡോമിനൻസ്. അപ്പോൾ ആ ലോ ഓഫ് ഡോമിനൻസിന് ഒരു എക്സെപ്ഷനാണ്, അല്ലെങ്കിൽ ഒരു അപവാദമാണ് നമ്മൾ നേരത്തെ പഠിച്ച ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്ന ഫിനോമിനൻ. ഓർക്കുന്നുണ്ടാകും, റെഡും വൈറ്റും ഫ്ലവറിനെ ക്രോസ് ചെയ്യുമ്പോൾ പിങ്ക് ഫ്ലവർ കിട്ടുന്ന പ്രതിഭാസം. അതുപോലെ തന്നെ ലോ ഓഫ് ഡോമിനൻസിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രതിഭാസമാണ് കോഡോമിനൻസ് എന്ന് പറയുന്ന പ്രതിഭാസം. അപ്പോൾ ഇത് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ABO blood group in human beings is a best example for codominance. അപ്പോൾ കോഡോമിനൻസ് എന്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഡെഫിനിഷൻ, ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ഇൻ വിച്ച് F1 ജനറേഷൻ റിസംബിൾസ് ബോത്ത് ദ പാരൻസ്. അപ്പോൾ F1 കിട്ടുന്ന ആള് രണ്ട് പാരൻസിൻ്റെയും ക്യാരക്ടർ കാണിക്കുക അല്ലെങ്കിൽ റിസംബിൾ ചെയ്യുക. രണ്ട് പാരൻസിനെയും റിസംബിൾ ചെയ്യുന്ന കണ്ടീഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും എന്താണെന്നുള്ളത്. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഓർക്കുന്നുണ്ടാകും. എത്ര ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്? പ്രധാനമായിട്ടും 4 ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പാണ്. എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, AB ഗ്രൂപ്പ്, O ഗ്രൂപ്പ്. അപ്പോൾ എന്താണ് ഈ ബ്ലഡ് ഗ്രൂപ്പിന് അടിസ്ഥാനം? അതും പഠിച്ചിട്ടുണ്ട്. ഈ RBCയുടെ പുറത്ത് കാണുന്ന ഒരു ഷുഗർ പോളിമർ മോളിക്യൂൾ, അതിനെ നമ്മൾ ആൻറ്റിജൻ എന്ന് വിളിക്കും, സർഫസ് ആൻറ്റിജൻ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഈ ആൻറ്റിജൻ്റെ പ്രസൻസും ആബ്സെൻസുമാണ് ബ്ലഡ് ഗ്രൂപ്പിനെ നിർണ്ണയിക്കുന്നത്. പഠിച്ചിട്ടുണ്ട്. എ എന്ന് പറയുന്ന ഒരു ആൻറ്റിജൻ, ആ ടൈപ്പ് ആൻറ്റിജൻ ഇരിക്കുന്ന ബ്ലഡ് ഗ്രൂപ്പിനെ നമ്മൾ എ ഗ്രൂപ്പ് എന്ന് വിളിക്കും. പടത്തിൽ കാണുന്നത് ഇതുപോലെ ഈ ടൈപ്പ് ഒരു ആൻറ്റിജൻ ഇരിക്കുന്നുവെങ്കിൽ അതിനെ എ ഗ്രൂപ്പ് എന്ന് പറയുന്നു. ഇനി വ്യത്യസ്തമായിട്ടുള്ള മോളിക്കുലാർ സ്ട്രക്ചറുള്ള മറ്റൊന്നാണ് എങ്കിൽ അതിനെ എന്ത് പേരിൽ വിളിക്കുന്നു? ബി ഗ്രൂപ്പ് എന്ന് വിളിക്കും. അപ്പോൾ ഈ ആൻറ്റിജൻ ഇരിക്കുന്ന ബ്ലഡ് ഗ്രൂപ്പാണെങ്കിൽ എ ഗ്രൂപ്പും, ഈ ആൻറ്റിജൻ ഇരിക്കുന്ന ബ്ലഡ് ഗ്രൂപ്പാണെങ്കിൽ ബി ഗ്രൂപ്പും. ഇനി ഒരു വ്യക്തിയിൽ ഈ രണ്ട് ആൻറ്റിജനും ഉണ്ടെങ്കിലോ ആ ഗ്രൂപ്പിനെ എന്ത് വിളിക്കും? AB ഗ്രൂപ്പ് എന്ന് വിളിക്കും. എ ആൻറ്റിജനും ഉണ്ട്, ബി ആൻറ്റിജനും ഉണ്ട്. ഇനി ചില വ്യക്തികളിൽ ഈ രണ്ട് ആൻറ്റിജനും ആബ്സെൻ്റ് ആയിരിക്കും. അപ്പം അങ്ങനത്തെ ബ്ലഡ് ഗ്രൂപ്പിനെ എന്ത് പേരിലാണ് വിളിക്കുക? O ഗ്രൂപ്പ് എന്ന് വിളിക്കും. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കുക, ഈ രണ്ട് ആൻറ്റിജൻസിൻ്റെ പ്രൊഡക്ഷനും കൺട്രോൾ ചെയ്യുന്നത് ഒരു സിംഗിൾ ജീനാണ്. ആ ജീനിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ I എന്ന് പറയുന്ന ഒരു ലെറ്ററിലെ. അപ്പോൾ ക്യാപിറ്റൽ I എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഈ ഷുഗർ പോളിമർ സിന്തസിസ് ചെയ്യുന്ന ജീനിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്.
The blood group is determined by the sugar polymers present on the plasma membrane of RBC and which is controlled by the gene I. അപ്പോൾ ഈ ഷുഗർ പോളിമറിനെ സിന്തസിസിനെ കൺട്രോൾ ചെയ്യുന്ന ജീന് ഏതാണ്? I എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. I എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ I എന്ന് പറയുന്ന ജീനിന് സാധാരണ ഒരു ജീനിന് 2 അലിലേ ഉണ്ടാവുകയുള്ളൂ. ഒരു ഡോമിനൻ്റ് അലിലും ഒരു റിസസീവ് അലിലും. എന്നാൽ ഈ ജീനിൻ്റെ പ്രത്യേകത ഇതിന് 3 അലിൽസ് ഉണ്ട് എന്നുള്ളതാണ്. ഈ I എന്ന് പറയുന്ന ഈ ഷുഗർ പോളിമർ സിന്തസിസ് നടത്തുന്ന ജീനിന് 3 അലിൽസ് ഉണ്ട്, 3 ഡിഫറൻറ്റ് ഫോംസ് ഉണ്ട്. അതിന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് IA എന്നും IB എന്നും സ്മോൾ I എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ആ 3 അലിൽസിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. IA എന്നും IB എന്നും സ്മോൾ I എന്ന് റെപ്രസെൻ്റ് ചെയ്യും. സാധാരണ രീതിയിൽ ഒരു ജീനിനെ സംബന്ധിച്ച് 2 അലിൽസേ ഉണ്ടാവുകയുള്ളൂ, ഡോമിനൻ്റ് അലിലും റിസസീവ് അലിലും. പക്ഷേ ഇവിടെ ബ്ലഡ് ഗ്രൂപ്പിനെ നിർണ്ണയിക്കുന്ന ജീന് 3 അലിൽസ് കാണാറുണ്ട്. 3 അലിൽസ് കാണാറുണ്ട്. അപ്പോൾ IA എന്നും IB എന്നും സ്മാൾ I എന്നും 3 അലിൽസ് കാണാറുണ്ട്. ഈ അലിൽസിൽ IA എന്ന് പറയുന്ന അലിലും IB എന്ന് പറയുന്ന അലിലും ഡിഫറൻറ്റ് ഷുഗേഴ്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ പടത്തിൽ നോക്കിയാൽ കാണാം. IA എന്ന് പറയുന്ന അലിലാണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഷുഗറിനത ഈ ഒരു ഷേപ്പിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. IB എന്ന് പറയുന്ന അലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഷുഗർ ഇതാണ്. അപ്പോൾ ഡിഫറൻറ്റ് ഷുഗേഴ്സിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ആൾക്കാരിലും ഇതിലേതെങ്കിലും 2 അലിലുണ്ടാകും. അപ്പോൾ 3 അലിലുള്ളതിൽ ഓരോ ആളിലും ഏതെങ്കിലും 2 അലിലുണ്ടാകും. അപ്പോൾ അതിനെയാണിതാ ഇവിടെ അലിൽ ഫ്രം പാരൻറ്റ് 1 ഫാദറിൽ നിന്നും കിട്ടുന്നത്, അലിൽ ഫ്രം പാരൻറ്റ് 2 മദറിൽ നിന്നും കിട്ടുന്നത്. നമുക്കറിയാം, നമ്മൾ ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ലൈഫ് ആരംഭിക്കുന്നത്. സൈഗോട്ട് എന്ന് പറയുന്ന ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ്. ആ സെല്ല് ഫോം ചെയ്തിരിക്കുന്നത് ഫാദറിൽ നിന്നും കിട്ടുന്ന 23 ക്രോമസോംസും മദറിൽ നിന്നും കിട്ടുന്ന 23 ക്രോമസോംസും ചേർന്നാണ് ആ സെല്ലിൻ്റെ ന്യൂക്ലിയസിനകത്ത് കാണുന്നത്. അപ്പോൾ ഓരോ ക്യാരക്ടറിനെയും നിർണ്ണയിക്കുന്ന ജീനുകൾ ഫാദറിൽ നിന്നും കിട്ടും, മദറിൽ നിന്നും കിട്ടും. അപ്പോൾ ഫാദറിൽ നിന്നും കിട്ടുന്നത് IA എന്ന് പറയുന്ന ജീനാണെങ്കിൽ മദറിൽ നിന്നും കിട്ടുന്നതും IA എന്ന് പറയുന്ന അലിലാണെങ്കിൽ കുട്ടിയുടെ ജീനോടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് IA. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്തായിരിക്കും? A ഗ്രൂപ്പായിരിക്കും. ഇനി അച്ഛനിൽ നിന്നും കിട്ടുന്നത് IA, അമ്മയിൽ നിന്നും കിട്ടുന്നത് IB ആണെങ്കിൽ ജീനോടൈപ്പ് IB. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ AB എന്നൊരു ബ്ലഡ് ഗ്രൂപ്പ് കിട്ടുന്നു. Aയും Bയും വരുന്നതുകൊണ്ട് അപ്പോൾ ഈ ബ്ലഡ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഈ അലിൽ ഡോമിനൻ്റ് ആണ്, ഈ അലിലും ഡോമിനൻ്റ് ആണ്. അപ്പോൾ 2 അലിലും ഡോമിനൻ്റ് അലിൽസ് കൂടിച്ചേർന്ന് വരുമ്പോൾ ഇവിടെ അച്ഛൻ്റെ ക്യാരക്ടറും അല്ല, അമ്മയുടെ ക്യാരക്ടറും അല്ല, ഒരു പുതിയ ക്യാരക്ടർ. അതാണ് ഇവിടെ പുതിയ ബ്ലഡ് ഗ്രൂപ്പ്. അച്ഛൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് A ആണ്, അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് B ആണ്. കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് അപ്പോൾ Aയും അല്ല Bയും അല്ല, AB എന്ന് പറയുന്ന ഒരു പുതിയ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാകുന്നു. അതാണ് കോഡോമിനൻസ്. ഇപ്പോൾ 2 അലിലും ഇവിടെ ഡോമിനൻ്റ് ആണ്. A എന്ന് പറയുന്ന അലിലും ഡോമിനൻ്റ് ആണ്, B എന്ന് പറയുന്ന അലിലും ഡോമിനൻ്റ് ആണ്. അപ്പോൾ ആ പ്രതിഭാസത്തിനെയാണ് കോഡോമിനൻസ് എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. When IA, IB are present together, they both express their own type of sugars. അപ്പോൾ A എന്ന് പറയുന്ന അലിൽ Aയുടെ ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യും, B എന്ന് പറയുന്ന അലിൽ Bയുടെ ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പടം നോക്കിയാൽ കണ്ടോ, ഇതാ Aയുടെ ഷുഗർ, ഇതാണ് Bയുടെ ഷുഗർ. അപ്പോൾ ഇത് രണ്ടും ആ AB ഗ്രൂപ്പുകാരൻ്റെ RBCയുടെ പുറത്തുണ്ടാകും. അപ്പോൾ ഇതൊരു പുതിയ ക്യാരക്ടറാണ്. Aയും ഡോമിനൻ്റ് ആണ്, Bയും ഡോമിനൻ്റ് ആണ്. അപ്പോൾ ആ പ്രതിഭാസത്തിനെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുക?
കോഡോമിനൻസ് എന്ന് വിളിക്കുക. കോഡോമിനൻസ് എന്ന് വിളിക്കുക. ഇനി നോക്കൂ, അച്ഛനിൽ നിന്നും കിട്ടുന്നത് എ, IA. അമ്മയിൽ നിന്നും കിട്ടുന്നത് സ്മോൾ ഐ. അപ്പോൾ ഈ എ എന്ന് പറയുന്ന അലിലിൻ്റെയും ബി എന്ന് പറയുന്ന അലിലിൻ്റെയും റിസസീവ് അലിലാണ് സ്മോൾ ലെറ്ററിൽ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ 3 അലിൽസ് ഉണ്ട്, IA, IB, സ്മോൾ ഐ. അപ്പോൾ IA ഡോമിനൻ്റ് ആണെന്ന് മനസ്സിലാക്കി, IB ഡോമിനൻ്റ് ആണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഈ 2 ഡോമിനൻ്റ് അലിൽസിൻ്റെയും റിസസീവ് അലിലാണ് സ്മോൾ ഐ. സ്മോൾ ഐ. അപ്പോൾ ഒരാളിൽ IA എന്ന് പറയുന്ന അലിലാണ് ഒരു പാരൻറ്റിൽ നിന്നും ഫാദറിൽ നിന്നും കിട്ടുന്നത്. മദറിൽ നിന്നും കിട്ടുന്നത് സ്മോൾ ഐ ആണെങ്കിൽ ജീനോടൈപ്പ് എങ്ങനെ വരും? IA സ്മോൾ ഐ. അപ്പോൾ ഇത് റിസസീവാണ്, ഇത് ഡോമിനൻ്റ് ആണ്. അപ്പോൾ ഏത് ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യും? ഡോമിനൻ്റ് ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യും. അതായത് ബ്ലഡ് ഗ്രൂപ്പ് എന്തായിരിക്കും? എ ഗ്രൂപ്പ് ആയിരിക്കും. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ തിരിച്ച് ഫാദറിൽ നിന്നും IB കിട്ടുന്നു, മദറിൽ നിന്നും IA കിട്ടുന്നു. ജീനോടൈപ്പ് IA, IB. എന്താണ് ബ്ലഡ് ഗ്രൂപ്പ്? AB. ഇനി ഫാദറിൽ നിന്നും B കിട്ടുന്നു, മദറിൽ നിന്നും B കിട്ടുന്നു. അപ്പോൾ ജീനോടൈപ്പ് എന്തായിരിക്കും? IB, IB. എന്താ ബ്ലഡ് ഗ്രൂപ്പ്? B ഗ്രൂപ്പ്. ഇനി ഫാദറിൽ നിന്നും IB കിട്ടുന്നു, മദറിൽ നിന്നും സ്മോൾ ഐ കിട്ടുന്നു. എന്താ ജീനോടൈപ്പ്? IB സ്മോൾ ഐ. അപ്പോൾ ഇവിടെ എന്താ ഡോമിനൻ്റ്? IB ആണ് ഡോമിനൻ്റ്, സ്മോൾ ഐ റിസസീവ് ആണ്. അപ്പോൾ എന്തായിരിക്കും ബ്ലഡ് ഗ്രൂപ്പ്? ഡോമിനൻ്റ് ആയിരിക്കും, B ആയിരിക്കും. ഇനി ഫാദറിൽ നിന്നും കിട്ടുന്നത് റിസസീവ് അലിൽ സ്മോൾ ഐ, മദറിൽ നിന്നും കിട്ടുന്നതും റിസസീവ് അലിൽ സ്മോൾ ഐ. അപ്പോൾ ജീനോടൈപ്പ് എന്തായിരിക്കും? സ്മോൾ ഐ, സ്മോൾ ഐ. രണ്ടും റിസസീവ് അലിൽ. അപ്പോൾ റിസസീവ് അലിൽസ് ഹോമോസൈഗസ് കണ്ടീഷനിൽ വന്നു കഴിഞ്ഞാൽ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യും. ദാറ്റ് ഈസ് എന്തായിരിക്കും ബ്ലഡ് ഗ്രൂപ്പ്? O ഗ്രൂപ്പ് ആയിരിക്കും. ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കാം. ദ അലിൽസ് IA ആൻഡ് IB പ്രൊഡ്യൂസ് ഡിഫറൻറ്റ് ഷുഗേഴ്സ്. IAയും IBയും വ്യത്യസ്തമായ ഷുഗറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വൈൽ ദ അലിൽ സ്മോൾ ഐ ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി ഷുഗർ. സ്മോൾ ഐ ഷുഗർ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഈച്ച് പേഴ്സൺ ഹാസ് എനി 2 ഓഫ് ദ 3 അലിൽസ്. അപ്പോൾ ഈ 3 എണ്ണത്തിൽ ഓരോ വ്യക്തിയിലും ഏതെങ്കിലും 2 എണ്ണം ഉണ്ടാകും. ബോത്ത് IA ആൻഡ് IB ആർ ഡോമിനൻ്റ് ഓവർ സ്മോൾ ഐ. അപ്പോൾ IAയും IBയും ഡോമിനൻ്റ് ആണ്, സ്മോൾ ഐ റിസസീവ് ആണ്. ദാറ്റ് ഈസ് ഇഫ് IA ആൻഡ് സ്മോൾ ഐ ടുഗദർ പ്രസൻറ്റ് ഇൻ എ പേഴ്സൺ ഓൺലി IA എക്സ്പ്രസസ്. അപ്പോൾ ഒരു വ്യക്തിയിൽ IAയും സ്മോൾ ഐയും ഉണ്ടെങ്കിൽ എന്തായിരിക്കും എക്സ്പ്രസ് ചെയ്യുക? IA ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുക. But when IA and IB are present together, they both express their own type of sugars. This is because of codominance. അപ്പോൾ ശരിക്കും കോഡോമിനൻസ് എന്ന പ്രതിഭാസം കാണിക്കുന്നത് ഏത് ബ്ലഡ് ഗ്രൂപ്പാണെന്ന് ചോദിച്ചാൽ ഏതാണ് ബ്ലഡ് ഗ്രൂപ്പ്? AB ഗ്രൂപ്പാണ്. എയും ഡോമിനൻ്റ് ആണ്, ബിയും ഡോമിനൻ്റ് ആണ്. Hence red blood cells have both A and B type of sugars. Since there are 3 different alleles, there are 6 different combinations and a total of 6 different genotypes. അപ്പോൾ 3 അലിൽസ് ഉള്ളത് കൊണ്ട് നമുക്ക് 6 ജീനോടൈപ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ എ ഗ്രൂപ്പിന് ജീനോടൈപ്പ് ഏതൊക്കെയുണ്ട്? IAയും ഉണ്ട്, അതുപോലെ തന്നെ IA സ്മോൾ ഐ. ഇതും എന്താണ്? എ ഗ്രൂപ്പാണ്. അതുപോലെ ബി ഗ്രൂപ്പിനും 2 ജീനോടൈപ്പ് ഉണ്ട്. IB ബി ഗ്രൂപ്പാണ്, IB സ്മോൾ ഐ ബി ഗ്രൂപ്പാണ്. ഓർക്കുക, ജീനോടൈപ്പ് 6 എണ്ണം ഉണ്ട്. എ ഗ്രൂപ്പിന് 2 എണ്ണം ഉണ്ട്, AB ഗ്രൂപ്പിന് 1 എണ്ണേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ പ്രതിഭാസം more than 2 alleles governing the same character is called multiple allelism. അപ്പോൾ രണ്ടിലധികം അലിൽസ് ഒരു ക്യാരക്ടറിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് മനസ്സിലാക്കി, 2 അല്ല 3 അലിൽസാണ് ആ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ക്യാരക്ടർ ഡിറ്റർമിൻ ചെയ്യുന്നത്. ആ പ്രതിഭാസത്തിനെ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്പിൾ അലിലിസം.
more than 2 alleles governing the same character is called multiple alleles, and the phenomenon is called multiple allelism. ABO blood group in man is an excellent example for multiple allelism. In an individual only 2 alleles can be present. അപ്പോൾ ഒരാളിനെ സംബന്ധിച്ച് ഒരിക്കലും രണ്ടിലധികം അലിൽസ് കാണില്ല, രണ്ടെണ്ണം മാത്രമേ കാണുകയുള്ളൂ. ഐ എ എന്നുള്ള അലിലായിരിക്കാം, അല്ലെങ്കിൽ ഐ സ്മാൾ ഐ ആയിരിക്കാം, ഐ ബി ആയിരിക്കാം, ഐ ബി സ്മോൾ ഐ ആയിരിക്കാം, ഐ ബി ആയിരിക്കാം, സ്മോൾ ഐ ആയിരിക്കാം. എ ഗ്രൂപ്പ് ഉള്ളവർക്ക് ഈ 2 ജീനോടൈപ്പും വരാം, ബി ഗ്രൂപ്പ് ഉള്ളവർക്ക് ഇത് രണ്ടും വരാം, എ ബി ഗ്രൂപ്പുകാർക്ക് ഇതൊരു ജീനോടൈപ്പ് മാത്രം, ഒ ഗ്രൂപ്പുകാർക്ക് ഈ ജീനോടൈപ്പ് മാത്രം. ഈ രീതിയിൽ മൾട്ടിപ്പിൾ അലിൽസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സാണ്. ഒരുപാട് ക്യാരക്ടേഴ്സ് മൾട്ടിപ്പിൾ അലിലിസം കാണിക്കുന്നുണ്ട്. ബ്ലഡ് ഗ്രൂപ്പ് മാത്രമല്ല, അതുപോലെ തന്നെ സ്കിൻ കളർ മൾട്ടിപ്പിൾ അലിലിസം കാണിക്കുന്നുണ്ട്. മറ്റനവധി ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് പോപ്പുലേഷൻ സ്റ്റഡീസൊക്കെ നടത്തുമ്പോഴാണ് സാധാരണ ഇത്തരം ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ജനറ്റിക് പ്രോബ്ലംസ് ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ നോക്കാം. ദ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ഫാദർ ആൻഡ് മദർ ഈസ് എ. വാട്ട് ആർ ദ പോസിബിൾ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ദെയർ ചിൽഡ്രൻ? ഫാദറിൻ്റെയും മദറിൻ്റെയും ബ്ലഡ് ഗ്രൂപ്പ് എ ആണ്, എ ഗ്രൂപ്പാണ്. അവർക്ക് ഉണ്ടാകുന്ന കുട്ടികളുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്തൊക്കെ വരാൻ സാധ്യതയുണ്ട്? എ ഗ്രൂപ്പ് ആയതുകൊണ്ട് അതിൻ്റെ ജീനോടൈപ്പ് ഏതൊക്കെ വരാം? ഇപ്പോൾ എ ഗ്രൂപ്പ് രണ്ടും ഹോമോസൈഗസ് കണ്ടീഷനിലാണെങ്കിൽ ഐ എ. ഇനി ഹെട്രോസൈഗസ് കണ്ടീഷനിലാണെങ്കിൽ ഒരു ഡോമിനൻ്റ് അലിലും ഒരു റിസസീവ് അലിലും. ഐ എ അതിൻ്റെ റിസസീവ് അലിലാണ് സ്മോൾ ഐ. ഇപ്പോൾ ഫാദറിൽ നിന്നും ഫാദറിന് ഈ 2 ജീനോടൈപ്പും വരാം. അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പും മദറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പും സെയിം ആയതുകൊണ്ട് ഇതേ ജീനോടൈപ്പ് തന്നെ അമ്മയ്ക്കും വരും. ഐ എ സ്മാൾ ഐ. ഇനി ഇവർക്ക് ഉണ്ടാകാവുന്ന ഗമീറ്റ്സുകൾ ഐ എ എന്ന് പറയുന്ന അലിലുള്ള ഗമീറ്റ് ഉണ്ടാകാം, സ്മാൾ ഐ എന്ന് പറയുന്ന അലിൽ വരുന്ന ഗമീറ്റ് ഉണ്ടാകാം. ഇപ്പോൾ ഈ ജീനോടൈപ്പ് ആണെങ്കിൽ ഒറ്റ ഗമീറ്റ് മാത്രം, ഐ എയുടെ ഗമീറ്റ് മാത്രം. ഇതാണ് ജീനോടൈപ്പ് എങ്കിൽ 2 ഗമീറ്റ് ഉണ്ടാകും, ഐ എയുടെ ഗമീറ്റും ഉണ്ടാകും, സ്മോൾ ഐയുടെ ഗമീറ്റും ഉണ്ടാകും. സെയിം ഈസ് ദ കേസ് ഓഫ് മദർ ആൾസോ. ഇനി കോമ്പിനേഷൻസ് എങ്ങനെ വരാം? ഈ ഐ എ ഗമീറ്റ് ഇവിടുത്തെ ഐ എ ഗമീറ്റുമായിട്ട് കൂടിച്ചേരുന്നെങ്കിൽ ഐ എ ഗ്രൂപ്പാകുന്നു. ഇനി ഇത് ഐ എ എന്ന് പറയുന്ന ഗമീറ്റ് സ്മോൾ ഐയുമായിട്ടാണ് കൂടിച്ചേരുന്നതെങ്കിൽ ഐ എ സ്മോൾ ഐ. അപ്പോഴും ഒരു ഡോമിനൻ്റ് ഗമീറ്റ് അലിലുള്ളത് കൊണ്ട് ബ്ലഡ് ഗ്രൂപ്പ് ഏത് തന്നെ? എ ഗ്രൂപ്പ് തന്നെ. ഇനി ഇവിടെ നിന്നും കിട്ടുന്ന ഈ ഗമീറ്റ് സ്മോൾ ഐയുടെ ഗമീറ്റ് മദറിൽ നിന്നും കിട്ടുന്ന സ്മോൾ ഐയുടെ ഗമീറ്റുമായിട്ട് കൂടിച്ചേരുന്നു. സ്മോൾ ഐ ഫ്യൂസസ് വിത്ത് സ്മോൾ ഐ. അങ്ങനെ വരുന്നെങ്കിൽ രണ്ടും സ്മോൾ ഐ ആകുന്നു. ബ്ലഡ് ഗ്രൂപ്പ് എന്താകുന്നു? ഒ ഗ്രൂപ്പ് ആകുന്നു. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ബ്ലഡ് ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ആണെങ്കിൽ പോസിബിൾ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ദെയർ ചിൽഡ്രൻ ആർ എ ആൻഡ് ഒ. മറ്റൊരു ബ്ലഡ് ഗ്രൂപ്പും അവരുടെ കുട്ടികൾക്ക് ഉണ്ടാകില്ല. ഒന്നുകിൽ എ ഗ്രൂപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഒ ഗ്രൂപ്പ് ആയിരിക്കും. അടുത്ത പ്രോബ്ലം നോക്കാം. ഫാദറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ, മദറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ബി. അങ്ങനെയാണെങ്കിൽ കുട്ടികളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതൊക്കെ വരാം? The blood group of father is A and mother is B. What are the possible blood group of their children? ആദ്യം ജീനോടൈപ്പ് എഴുതാം. ഫാദറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ആയതുകൊണ്ട് ഏതൊക്കെ പോസിബിലിറ്റി ഉണ്ട്? ഐ എ എന്ന് പറയുന്ന ജീനോടൈപ്പ് വരാം, അല്ലെങ്കിൽ ഐ എ സ്മാൾ ഐ വരാം. അതുപോലെ മദറിൻ്റെ കാര്യത്തിൽ ബ്ലഡ് ഗ്രൂപ്പ് ബി ആയതുകൊണ്ട് ഐ ബി ചേർന്ന ബ്ലഡ് ഗ്രൂപ്പ് വരാം, അല്ലെങ്കിൽ ഐ ബി സ്മാൾ ഐ വരാം.
ഇനി ഏതൊക്കെ ഗമീറ്റ്സ് ഉണ്ടാകാം? ഫാദറിൽ നിന്നും IA-യുടെ ഗമീറ്റ് ഉണ്ടാകാം. ഫാദറിൽ നിന്ന് തന്നെ ഇതാണ് ജീനോടൈപ്പ് എങ്കിൽ സ്മോൾ ഐയുടെ ഗമീറ്റ്. ഇങ്ങനെ 2 ഗമീറ്റ് ഫാദറിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മദറിൽ നിന്നും IB-യുടെ ഒരു ഗമീറ്റ്, ഇവിടെ നിന്നും സ്മോൾ ഐയുടെ ഒരു ഗമീറ്റ്. ഇനി കോമ്പിനേഷൻസ് എങ്ങനെ വരാം? IA-യുടെ ഈ ഗമീറ്റും IB-യുടെ ഈ ഗമീറ്റും കൂടിയാണ് കൂടിച്ചേരുന്നെങ്കിൽ IA IB. അപ്പോൾ എയും ബിയും നമുക്കറിയാം ഒരുപോലെ ഡോമിനൻ്റ് ആണ്, കോ ഡോമിനൻ്റ് ആണ്. അതുകൊണ്ട് ബ്ലഡ് ഗ്രൂപ്പ് എന്താണ്? AB ഗ്രൂപ്പ് ആയിരിക്കും. ഇനി അടുത്ത പോസിബിലിറ്റി, IA എന്ന് പറയുന്ന ഈ ഗമീറ്റ് സ്മോൾ ഐയുമായിട്ട് കൂടിച്ചേരാം. അപ്പോൾ IA സ്മോൾ ഐ. അപ്പോഴും ബ്ലഡ് ഗ്രൂപ്പ് എന്താണ്? ഇത് ഡോമിനൻ്റ് ആയതുകൊണ്ട് A ഗ്രൂപ്പ് തന്നെ. ഇനി ഇവിടെ നിന്നും സ്മോൾ ഐ ഇവിടുത്തെ IB-യുമായിട്ടാണ് കൂടിച്ചേരുന്നതെങ്കിലോ IB സ്മോൾ ഐ. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് എന്താ? B ഗ്രൂപ്പ്. ഇനി സ്മോൾ ഐ ഇവിടുത്തെ സ്മോൾ ഐയുമായിട്ടാണ് കൂടിച്ചേരുന്നതെങ്കിലോ സ്മോൾ ഐ O ഗ്രൂപ്പ്. അപ്പോൾ എന്ത് മനസ്സിലാക്കി? ഫാദറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എയും മദറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ബിയും ആണെങ്കിൽ മക്കളുടെ ബ്ലഡ് ഗ്രൂപ്പ് AB വരാം, A വരാം, B വരാം, O വരാം. എന്ന് പറഞ്ഞാൽ ഏത് ബ്ലഡ് ഗ്രൂപ്പ് വേണമെങ്കിലും കുട്ടിക്ക് വരാനുള്ള സാധ്യതയുണ്ട്. If the blood group of father is A and mother is B, the possible blood group of their children are A, B, AB and O. മനസ്സിലായല്ലോ? ഇനി ഒരു പോസിബിലിറ്റി കൂടെ നോക്കാം. ഫാദറിൻ്റെയും മദറിൻ്റെയും ബ്ലഡ് ഗ്രൂപ്പ് O എങ്കിൽ കുട്ടികളുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്തായിരിക്കും? ഇപ്പോൾ O ഗ്രൂപ്പ് വരുമ്പോൾ ഒറ്റ ജീനോടൈപ്പേ ഉള്ളൂ, സ്മോൾ ഐ. മദറിൻ്റെയും ഫാദറിൻ്റെയും ജീനോടൈപ്പ് സ്മോൾ ഐ. അപ്പം അങ്ങനെ വരുമ്പോൾ ഒറ്റ ടൈപ്പ് ഗമീറ്റേ ഉണ്ടാവുകയുള്ളൂ, സ്മോൾ ഐയുടെ ഗമീറ്റ്. അപ്പോൾ ഉറപ്പിക്കാം, അച്ഛൻ്റെയും അമ്മയുടെയും ബ്ലഡ് ഗ്രൂപ്പ് O ആണെങ്കിൽ കുട്ടിക്ക് O ഗ്രൂപ്പ് ബ്ലഡേ വരുള്ളൂ, മറ്റൊരു ബ്ലഡ് ഗ്രൂപ്പും വരില്ല. If the blood group of father and mother is O, the possible blood group of their children are only O group. മനസ്സിലായല്ലോ? ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പും നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ബ്ലഡ് ഗ്രൂപ്പും ഒക്കെ അറിയാമെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ജീനോടൈപ്പ് അതുപോലെ ഫാദറിൻ്റെയും മദറിൻ്റെയും ബ്ലഡ് ഗ്രൂപ്പിൻ്റെയും ജീനോടൈപ്പ് നിങ്ങൾക്ക് സ്വയം വർക്കൗട്ട് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും അതൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്നുള്ളത് നോക്കുക, അച്ഛൻ്റെയും അമ്മയുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചു നോക്കുക. അത് വെച്ചിട്ട് നിങ്ങളുടെ ജീനോടൈപ്പ് ഒന്ന് കണ്ടെത്താൻ ശ്രമിച്ചു നോക്കുക. ലോ ഓഫ് ഡോമിനൻസ് ഒബേ ചെയ്യാത്ത ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. നേരത്തെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് മനസ്സിലാക്കി, കോ ഡോമിനൻസ് മനസ്സിലാക്കി. ഇത് 2 പ്രതിഭാസങ്ങളും ലോ ഓഫ് ഡോമിനൻസിന് എഗൻസ്റ്റ് ആണ്. ഇതുപോലെ ലോ ഓഫ് ഡോമിനൻസിന് അപവാദമായിട്ടുള്ള മറ്റൊരു പ്രതിഭാസമാണ് സ്റ്റാർച്ച് സിന്തസിസ് ഇൻ പീ സീഡ്സ്. ഇപ്പോൾ പടത്തിൽ കാണുന്നത് പീ സീഡ്സ് ആണ്. ഇതിനകത്ത് സ്റ്റാർച്ച് ഗ്രെയിൻസ് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു സിംഗിൾ ജീനാണ്. സ്റ്റാർച്ചിൻ്റെ സിന്തസിസ്, ഓരോ ജീനിനും ഓരോ ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ സ്റ്റാർച്ചിൻ്റെ സിന്തസിസ് കൺട്രോൾ ചെയ്യുന്നത് ഒരു സിംഗിൾ ജീനാണ് കൺട്രോൾ ചെയ്യുന്നത്. ആ ജീനിൻ്റെ ഡോമിനൻ്റ് ടൈപ്പിനെ ക്യാപിറ്റൽ B എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ക്യാപിറ്റൽ B എന്ന് പറയുന്നത് അതിൻ്റെ ഡോമിനൻ്റ് ജീനാണ്. സ്മോൾ b എന്ന് പറയുന്നത് അതിൻ്റെ റിസസീവ് ജീനാണ്. അപ്പോൾ ഒരു പീ പ്ലാന്റിൽ 2 ക്യാപിറ്റൽ B അലിൽസ് ആണെങ്കിൽ, 2 ഡോമിനൻ്റ് അലിൽസ് ആണെങ്കിൽ അത് നന്നായിട്ട് സ്റ്റാർച്ച് സിന്തസിസ് ചെയ്യുകയും അതിൽ നിന്നുണ്ടാകുന്ന ഈ പീ ഗ്രെയിൻസിന്, പയറുമണികൾക്ക് നല്ല വലിപ്പം ഉണ്ടാകും. ലാർജ് സ്റ്റാർച്ച് ഗ്രെയിൻസ് ആയിരിക്കും. എന്നാൽ
സ്മാൾ ബി എന്ന റിസസീവ് അല്ലിലാണ് ഉള്ളതാണെങ്കിൽ അതിൽ നിന്നും സിന്തസൈസ് ചെയ്യുന്ന ഗ്രെയിൻസിൻ്റെ വലിപ്പം ചെറുതായിരിക്കും, സ്മോൾ സ്റ്റാർച്ച് ഗ്രെയിൻസ് ആയിരിക്കും. ഇനി ഇതിനെ നമ്മളൊന്ന് ക്രോസ് ചെയ്യുകയാണെങ്കിൽ, നേരത്തെ ലാ ഓഫ് ഡോമിനൻസ് അനുസരിച്ചാണെങ്കിൽ ഇത് ഒരു ഡോമിനൻ്റ് ജീനും ഒരു റിസസീവ് ജീനും വരുമ്പോൾ ഡോമിനൻ്റ് ജീനിൻ്റെ ക്യാരക്ടർ കാണിക്കണം എന്ന് പറഞ്ഞാൽ ലാർജ് സ്റ്റാർച്ച് ഗ്രെയിൻ ആയിരിക്കണം. പക്ഷേ ഇവിടെ വരുന്നത് ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് സൈസാണ്. ഇൻ്റർമീഡിയറ്റ് സൈസ്ഡ് സ്റ്റാർച്ച് ഗ്രെയിൻസാണ് ഉണ്ടാവുക. നേരത്തെ നമ്മൾ റെഡും വൈറ്റും ഫ്ലവറും ക്രോസ് ചെയ്തപ്പോൾ പിങ്ക് ഫ്ലവർ കിട്ടിയെന്ന് പറഞ്ഞതുപോലെ അതുകൊണ്ട് ഇത് എന്തിന് എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ പറയാം, ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ സ്റ്റാർച്ച് സിന്തസിസ് ഇൻ പീ സീഡ്സിനെയും നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, എ സിംഗിൾ ജീൻ പ്രോഡക്റ്റ് മേ പ്രൊഡ്യൂസ് മോർ ദാൻ വൺ ഇഫക്റ്റ്. സാധാരണ രീതിയിൽ ഒരു ജീനിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ഡോമിനൻ്റ് ആയിരിക്കണം അല്ലെങ്കിൽ റിസസീവ് ആയിരിക്കണം. ഇത് രണ്ടുമല്ല, വേറെ ഒരെണ്ണം അഡീഷണലിലൂടെ വരുന്നു അതേ ജീനിന് തന്നെ. അതേ ജീനിൻ്റെ തന്നെ ഹെറ്ററോസൈഗസ് കണ്ടീഷൻ വരുമ്പോൾ അതിനൊരു ഇൻ്റർമീഡിയറ്റ് എഫക്റ്റാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എ സിംഗിൾ ജീൻ പ്രോഡക്റ്റ് മേ പ്രൊഡ്യൂസ് മോർ ദാൻ വൺ ഇഫക്റ്റ്, സബ്സ്റ്റാൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പീ സീഡ്സിൻ്റെ സ്റ്റാർച്ച് സിന്തസിസ് വെച്ച് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഹോമോസൈഗസ് ഡോമിനൻ്റ് ആണെങ്കിൽ ലാർജ് സ്റ്റാർച്ച് ഗ്രെയിൻസും, ഹോമോസൈഗസ് റിസസീവ് ആണെങ്കിൽ സ്മാൾ സ്റ്റാർച്ച് ഗ്രെയിൻസും, ഹെറ്ററോസൈഗസ് ആണെങ്കിൽ അവിടെ ഇൻ്റർമീഡിയറ്റ് സൈസ്ഡ് സ്റ്റാർച്ച് ഗ്രെയിൻസുമാണ് ആ ജീനിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോട്ട്സ് ഒന്ന് വായിക്കാം. സ്റ്റാർച്ച് സിന്തസിസ് ഇൻ പി ഈസ് കൺട്രോൾഡ് ബൈ ടു അലിൽസ്, ക്യാപിറ്റൽ ബി ആൻഡ് സ്മാൾ ബി, ഡോമിനൻറ്റും റിസസീവും. Starch is synthesized effectively by capital B, വലിയ സ്റ്റാർച്ച് ഗ്രെയിൻസ്, homozygotes, and therefore large starch grains are produced. In small b homozygotes have lesser efficiency in starch synthesis and produce smaller starch grains. After maturation of the seeds, capital B seeds are round and the small b seeds are wrinkled. ആ ഒരു എഫക്റ്റും ഉണ്ട്. ഇത് രണ്ടും ഡോമിനൻ്റ് ആണെങ്കിൽ ഇത് കറക്റ്റ് റൗണ്ട് ഷേപ്പിലുള്ള സീഡ്സ് ആയിരിക്കും. റിസസീവ് ആണെന്നെങ്കിൽ ഇതുപോലത്തെ റിങ്കിൾഡ് സീഡ്സ് ആയിരിക്കും, ചുളിവുകളുള്ള സീഡ്സ് ആയിരിക്കും. ഹെറ്ററോസൈഗോട്സ് പ്രൊഡ്യൂസ്ഡ് റൗണ്ട് സീഡ്സ്, എന്നാൽ ഹെറ്ററോസൈഗോട്സ് ആണെങ്കിലോ റൗണ്ട് സീഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് സോ ബി സീംസ് ടു ബി ദ ഡോമിനൻ്റ് അലിൽ. അതുകൊണ്ട് ബി എന്താണ്, ഡോമിനൻ്റ് അലിലാണെന്ന് മനസ്സിലാക്കാം. ബട്ട് ദ സ്റ്റാർച്ച് ഗ്രെയിൻസ് പ്രൊഡ്യൂസ്ഡ് ആർ ഓഫ് ഇൻ്റർമീഡിയറ്റ് സൈസ് ഇൻ ക്യാപിറ്റൽ ബി സ്മാൾ ബി സീഡ്സ്. So if starch grain size is considered as the phenotype, then from this angle the alleles show incomplete dominance. അപ്പോൾ സ്റ്റാർച്ച് ഗ്രെയിനിൻ്റെ വലിപ്പമാണ് നമ്മളവിടെ ജീനോടൈപ്പായിട്ട് കണക്കാക്കുന്നതെങ്കിൽ ഇതെന്തിന് എക്സാമ്പിളാണ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് എക്സാമ്പിളാണ്. എ സിംഗിൾ ജീൻ പ്രോഡക്റ്റ് മേ പ്രൊഡ്യൂസ് മോർ ദാൻ വൺ ഇഫക്റ്റ്. അപ്പോൾ ഇവിടെ ഒരു സിംഗിൾ ജീനിന് ലാർജ് സ്റ്റാർച്ച് ഗ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു, സ്മാൾ സ്റ്റാർച്ച് ഗ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു, ഇൻ്റർമീഡിയറ്റ് സൈസ്ഡ് സ്റ്റാർച്ച് ഗ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഇതൊരു ഒന്നിലധികം എഫക്റ്റിന് എക്സാമ്പിളാണ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഡൈഹൈബ്രിഡ് ക്രോസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. മോണോഹൈബ്രിഡ് ക്രോസിനെ കുറിച്ച് നേരത്തെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൽ ഒരു പെയർ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആയിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. സ്റ്റെമ്മിൻ്റെ ഹൈറ്റായ ടോളും ഡോർഫും എന്നുള്ള കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സാണ് മോണോഹൈബ്രിഡ് ക്രോസിൽ കൺസിഡർ ചെയ്തത്. ഇപ്പോൾ ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുമ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവിടെ രണ്ട് പെയർ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സാണ് ആ ഹൈബ്രിഡിൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഡൈഹൈബ്രിഡ് ക്രോസ് എന്താണെന്നുള്ള ഡെഫിനിഷൻ ചോദിച്ചാൽ,
Dihybrid cross is a genetic cross in which two pair of contrasting characters are considered. ഇപ്പം മെൻഡൽ അദ്ദേഹത്തിൻ്റെ മോണോഹൈബ്രിഡ് പരീക്ഷണങ്ങൾക്ക് ശേഷം അദ്ദേഹം നടത്തിയ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ജനറ്റിക് എക്സ്പെരിമെൻ്റാണ് ഡൈഹൈബ്രിഡ് ക്രോസ്. അതിന് അദ്ദേഹം സെലക്ട് ചെയ്തത് സെയിം പ്ലാന്റ് തന്നെ, നേരത്തെ മോണോഹൈബ്രിഡ് ക്രോസിനായിട്ട് സെലക്ട് ചെയ്ത പയർ ചെടികൾ, പൈസം സറ്റൈവം എന്ന് പറയുന്ന പയർ ചെടികൾ തന്നെയാണ് ഡൈഹൈബ്രിഡ് ക്രോസിലും കൺസിഡർ ചെയ്തത്. ഈ ക്രോസിൽ അദ്ദേഹം കൺസിഡർ ചെയ്ത ക്യാരക്ടേഴ്സ് 2 പെയർ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിലൊന്ന് സീഡിൻ്റെ ഷെയ്പ്പ്. ഇപ്പോൾ സീഡിൻ്റെ ഷെയ്പ്പ് 2 രീതിയിൽ വരാം. നല്ല റൗണ്ടായിട്ടുള്ള പയർമണികൾ വരുന്ന പ്ലാന്റും ചുളിവുകളോടുകൂടിയ, പുറം കാണുമ്പോൾ ഒരുപാട് ചുളിവുകളൊക്കെ കാണുന്ന രീതിയിലുള്ള പയർ ചെടികളും. അതിനെ വിളിക്കുന്ന പേരാണ് റിങ്കിൾഡ് സീഡ്സ്. ഇപ്പോൾ റൗണ്ട് സീഡും റിങ്കിൾഡ് സീഡ്സും. ഇപ്പോൾ റൗണ്ട് എന്ന് പറയുന്നത് ഡോമിനൻ്റ് ക്യാരക്ടറാണ്, റിങ്കിൾഡ് എന്ന് പറയുന്നത് റിസസീവ് ക്യാരക്ടറാണ്. ഇനി സീഡിൻ്റെ കളർ, അതിനും 2 കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ്സ് ഉണ്ട്. യെല്ലോ കളറും ഗ്രീൻ കളറും. യെല്ലോ കളറ് ഡോമിനൻ്റ് ആണ്, ഗ്രീൻ കളറ് റിസസീവ് ആണ്. അപ്പം അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങൾക്കെടുത്തത് റൗണ്ട് ഷേപ്പും യെല്ലോ കളറുമുള്ള സീഡിനെ റിങ്കിൾഡ് ഷേപ്പും ഗ്രീൻ കളറുമുള്ള സീഡുമായിട്ട് ക്രോസ് ചെയ്തു. ഇതിൻ്റെ ജീനോടൈപ്പ് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇത് രണ്ടും ഡോമിനൻ്റ് ക്യാരക്ടറാണ്, റൗണ്ടും യെല്ലോയും. ഇപ്പോൾ റൗണ്ടിൻ്റെ ജീനോടൈപ്പ് 2 അലീൽസ് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ, യെല്ലോയുടേത് ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ. റിങ്കിൾഡും ഗ്രീനും ഇത് രണ്ടും റിസസീവ് ക്യാരക്ടേഴ്സാണ്. അതുകൊണ്ട് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്മാൾ ലെറ്റേഴ്സ് കൊണ്ടാണ്. സ്മാൾ ആർ സ്മാൾ ആർ, സ്മാൾ വൈ സ്മാൾ വൈ. ഗമീറ്റ് ഫോർമേഷൻ്റെ സമയമാകുമ്പോൾ ക്യാപിറ്റൽ ആറിൽ നിന്നും 1 അലില്, ക്യാപിറ്റൽ ഒയിൽ നിന്ന് 1 അലില് ചേർന്ന RY മെയിൽ ഗമീറ്റ്, സ്മാൾ ആറിൽ നിന്നും 1 സ്മാൾ വൈയിൽ നിന്നും 1 ചേർന്ന് സ്മാൾ ആർ സ്മാൾ വൈ, അങ്ങനെയുള്ള ഒരു ഫീമെയിൽ ഗമീറ്റ്. അപ്പോൾ മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും കൂടെ കമ്പൈൻ ചെയ്ത് F1 ജനറേഷനിൽ F1 ഹൈബ്രിഡ് ഉണ്ടായപ്പോൾ എല്ലാം റൗണ്ടല്ലോ ആയിരുന്നു. നേരത്തെ ലാ ഓഫ് ഡോമിനൻസിൽ പറഞ്ഞതുപോലെ തന്നെ ഡോമിനൻ്റ് അലിൽ ഉണ്ടെങ്കിൽ ആ ക്യാരക്ടറായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ആറ് ക്യാപിറ്റൽ ഒയും ഉണ്ട്. അതുകൊണ്ട് F1 ജനറേഷനിൽ കിട്ടിയ എല്ലാ സീഡ്സിനും റൗണ്ട് ഷേപ്പും യെല്ലോ കളറും ആയിരുന്നു. ഈ രീതിയിലുള്ള ഒരു റിസൾട്ടാണ് F1 ജനറേഷനിൽ മെൻഡലിന് ലഭിച്ചത്. ഇപ്പോൾ ഡൈഹൈബ്രിഡ് ക്രോസ് എന്താണെന്നുള്ളത് ഓർക്കുന്നുണ്ടാകും. ജനറ്റിക് ക്രോസ് ഇൻ വിച്ച് 2 പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ്സ് ആർ കൺസിഡേർഡ് ഈസ് കാൾഡ് ഡൈഹൈബ്രിഡ് ക്രോസ്. ഇപ്പോൾ റൗണ്ട് യെല്ലോ സീഡിനെ റിങ്കിൾഡ് ഗ്രീൻ സീഡുമായിട്ടാണ് ക്രോസ് ചെയ്തത്. RY എന്നുള്ള ഗമീറ്റ്, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ എന്നുള്ള ഗമീറ്റ്, സ്മാൾ ആർ സ്മാൾ വൈ എന്നുള്ള ഗമീറ്റ് കൂടിച്ചേർന്നപ്പോൾ ക്യാപിറ്റൽ ആർ സ്മാൾ ആർ ക്യാപിറ്റൽ വൈ സ്മാൾ വൈ. F1 ജനറേഷനിൽ കിട്ടിയതിൻ്റെ ഫീനോടൈപ്പ് റൗണ്ടല്ലോ ആണ്, ജീനോടൈപ്പ് ക്യാപിറ്റൽ ആർ സ്മാൾ ആർ ക്യാപിറ്റൽ വൈ സ്മാൾ വൈ ആണ്. F1 ജനറേഷനിൽ കിട്ടിയ റൗണ്ട് യെല്ലോ പ്ലാന്റിനെ സെൽഫ് ഫെർട്ടിലൈസേഷന് വിധേയമാക്കുകയും അതിൽ നിന്നും F2 ജനറേഷൻ ഫോം ചെയ്യുകയും ചെയ്തു. F2 ജനറേഷൻ പണ്ണറ്റ് സ്ക്വയറിൽ നമ്മൾ എഴുതുമ്പോൾ ആദ്യം നമുക്ക് എഴുതേണ്ടി വരിക F2 ജനറേഷനിൽ F1 ജനറേഷനിൽ നിന്നും ഉണ്ടാകുന്ന ഗമീറ്റ്സുകളാണ്. അപ്പോൾ F1 ഹൈബ്രിഡ് ഇതാണ്, അതിൻ്റെ ജീനോടൈപ്പ് ക്യാപിറ്റൽ ആർ സ്മാൾ ആർ ക്യാപിറ്റൽ വൈ സ്മാൾ വൈ എന്നുള്ളതാണ് അതിൻ്റെ ജീനോടൈപ്പ്. അപ്പോൾ ഇത് ഗമീറ്റ്സ് എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ഗമീറ്റ്സ് എഴുതുന്നതെന്നുള്ളത്. ഇപ്പോൾ ഈ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന അലിൽ, റൗണ്ട് ഷേപ്പിന് കാരണമായ അലിലിന് ഈ 2
അലിൽസിൽ ഏതുമായിട്ടും കമ്പൈൻ ചെയ്യാം. അതായത് യെല്ലോ കളറിനുള്ള അലിലുമായിട്ട് കമ്പൈൻ ചെയ്യാം, ഗ്രീൻ കളറിൻ്റെ അലിലുമായിട്ടും കമ്പൈൻ ചെയ്യാം. ആ രീതിയിലാണ് ഗമീറ്റ്സ് എഴുതേണ്ടത്. അതുപോലെ സ്മോൾ ആർ റിങ്കിൾഡ് ഷേപ്പിന് കാരണമായ ഈ അലിലിന് ഈ യെല്ലോ കളറിൻ്റെ അലിലുമായിട്ടും കമ്പൈൻ ചെയ്യാം, സ്മാൾ വൈയുടെ അലിലുമായിട്ടും ഗ്രീൻ കളറിൻ്റെ അലിലുമായിട്ടും കമ്പൈൻ ചെയ്യാം. ഇപ്പോൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ ആറ് ആരുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു? ക്യാപിറ്റൽ വൈയുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ശ്രദ്ധിക്കൂ, ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ വൈയും. അപ്പോൾ ഉണ്ടാകുന്ന ഗമീറ്റ് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ. ഇനി അടുത്ത പോസിബിലിറ്റി, ക്യാപിറ്റൽ ആറിന് സ്മാൾ വൈയുമായിട്ട് കമ്പൈൻ ചെയ്യാം. ക്യാപിറ്റൽ ആറ് കമ്പൈൻ വിത്ത് സ്മാൾ വൈ, ക്യാപിറ്റൽ ആർ സ്മാൾ വൈ. ഇനി അടുത്ത പോസിബിലിറ്റി, സ്മാൾ ആറ് ക്യാപിറ്റൽ വൈയുമായിട്ട് കമ്പൈൻ ചെയ്യാം. സ്മാൾ ആറ് കമ്പൈൻ വിത്ത് ക്യാപിറ്റൽ വൈ, സ്മാൾ ആർ ക്യാപിറ്റൽ വൈ. ഇനി സ്മാൾ ആറിന് സ്മാൾ വൈയുമായിട്ട് കമ്പൈൻ ചെയ്യാം. സ്മാൾ ആർ കമ്പൈൻ വിത്ത് സ്മാൾ വൈ, സ്മാൾ ആർ സ്മാൾ വൈ. മനസ്സിലാക്കിയോ? അപ്പോൾ ഇങ്ങനെ 4 ഗമീറ്റ്സ് ഉണ്ടാകാം. അപ്പോൾ ഗമീറ്റ്സ് എഴുതുന്ന രീതി ഇങ്ങനെയാണ്: ക്യാപിറ്റൽ ആർ കമ്പൈൻസ് വിത്ത് ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ആർ കമ്പൈൻസ് വിത്ത് സ്മാൾ വൈ, സ്മാൾ ആർ കമ്പൈൻസ് വിത്ത് ക്യാപിറ്റൽ വൈ, സ്മാൾ ആർ കമ്പൈൻസ് വിത്ത് സ്മാൾ വൈ. അപ്പോൾ ഇങ്ങനെ മെയിൽ ഗമീറ്റ്സും ഉണ്ടാകും, ഫീമെയിൽ ഗമീറ്റ്സും ഉണ്ടാകും. മെയിൽ ഗമീറ്റ്സിന് നമ്മൾ ഒരു സൈഡിൽ പണ്ണറ്റ് സ്ക്വയറിൽ കാണിക്കും, മറ്റേ സൈഡിൽ ഫീമെയിൽ ഗമീറ്റ്സിനെ കാണിക്കും. ഈ രീതിയിലാണ് പണ്ണറ്റ് സ്ക്വയർ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനാദ്യം വേണ്ടത് ഗമീറ്റ്സ് തെറ്റുകൂടാതെ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഗമീറ്റ്സ് തെറ്റുകൂടാതെ എഴുതാൻ ഈ രീതിയിൽ നിങ്ങളൊന്ന് വരച്ച് എഴുതുകയാണെങ്കിൽ തെറ്റിപ്പോവില്ല. ഇനി നമുക്ക് പണ്ണറ്റ് സ്ക്വയർ വരച്ച് എഴുതുമ്പോൾ എങ്ങനെയാണ് അടുത്ത ജനറേഷനിൽ ജീനോടൈപ്പ് ഫീനോടൈപ്പ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ മെയിൽ ഗമീറ്റ്സ് ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്, ഫീമെയിൽ ഗമീറ്റ്സ് താഴേക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി നോക്കാം നമുക്ക് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈയുടെ മെയിൽ ഗമീറ്റ്, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈയുടെ ഫീമെയിൽ ഗമീറ്റ്. ഇത് രണ്ടും കൂടിയാണ് കമ്പൈൻ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഉണ്ടാകുന്ന അടുത്ത ജനറേഷൻ്റെ ജീനോടൈപ്പ് എന്തായിരിക്കും? ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ, ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഇതിൻ്റെ ഫീനോടൈപ്പ് എന്തായിരിക്കും? ഡോമിനൻ്റ് അല്ലിലാണ് 2 എണ്ണവും, 4 എണ്ണവും ഡോമിനൻ്റ് അല്ലിലാണ്. അപ്പം അതുകൊണ്ട് ഫീനോടൈപ്പ് റൗണ്ട് അല്ല. അടുത്ത് നോക്കാം, ഈ വരുന്ന ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ എന്നുള്ള ഫീമെയിൽ ഗമീറ്റ് ക്യാപിറ്റൽ ആർ സ്മാൾ വൈ എന്നുള്ള മെയിൽ ഗമീറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ക്യാപിറ്റൽ ആറും കൂടെ ചേരുമ്പോൾ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ, ഇവിടെ ഒരു ക്യാപിറ്റൽ വൈ ഉണ്ട്, ഇവിടെ ഒരു സ്മാൾ വൈ ഉണ്ട്. അപ്പോൾ ക്യാപിറ്റൽ വൈ സ്മാൾ വൈ. എന്താണ് ഫീനോടൈപ്പ്? ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഫീനോടൈപ്പ് എഴുതുമ്പോൾ എപ്പോഴും ഓർമ്മിക്കുക, ഡോമിനൻ്റ് ക്യാരക്ടർ ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്, അതേതാണോ അതെഴുതുക. ഇവിടെ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് റൗണ്ടാണ്, ക്യാപിറ്റൽ വൈ എന്ന് പറയുന്നത് യെല്ലോ ആണ്. അപ്പോൾ അതിൻ്റെ ഫീനോടൈപ്പ് എന്താവും? രണ്ടാമത്തതിൻ്റെ ഫീനോടൈപ്പ് റൗണ്ട് അല്ല. ഇവിടെ നോക്കൂ, ക്യാപിറ്റൽ ആർ സ്മാൾ ആറുമായി ചേരുന്നു, ക്യാപിറ്റൽ ആർ സ്മാൾ ആർ, ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ. എന്താ ഫീനോടൈപ്പ്? ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതാണ് ഫീനോടൈപ്പ്, ദാറ്റ് ഈസ് റൗണ്ട് യെല്ലോ. റൗണ്ട് യെല്ലോ ആണ് ഫീനോടൈപ്പ്, റൗണ്ട് യെല്ലോ. ഇനി അടുത്തത് നോക്കിക്കേ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ സ്മാൾ വൈ, റൗണ്ട് യെല്ലോ. ഇനി അടുത്ത ഗമീറ്റ് നോക്കാം, ക്യാപിറ്റൽ ആർ സ്മാൾ വൈ ഗമീറ്റ് ആരുമായിട്ട് ചേരുന്നു? ഈ ഗമീറ്റുമായിട്ട് ചേരുന്നു. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ സ്മാൾ വൈ. എന്താ ഫീനോടൈപ്പ്? ക്യാപിറ്റൽ ആർ ഉള്ളതുകൊണ്ട് റൗണ്ടാണ്, ക്യാപിറ്റൽ വൈ ഉള്ളതുകൊണ്ട് യെല്ലോ ആണ്, റൗണ്ട് യെല്ലോ. ഇനി അടുത്തത് നോക്കൂ, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ, സ്മാൾ വൈ സ്മാൾ വൈ. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ആർ ഉള്ളതുകൊണ്ട് റൗണ്ടാണ്,
ഇത് രണ്ടും സ്മോൾ ആണ്. സ്മോൾ ആകുമ്പോൾ റിസസീവ് ആണ്. റിസസീവ് ആയതുകൊണ്ട് ഏതാ? ഗ്രീൻ കളറാണ്. ഗ്രീൻ കളറാണ്. അടുത്തത് നോക്കൂ. ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, സ്മോൾ വൈ, ക്യാപിറ്റൽ വൈ. എന്താ ഫിനോടൈപ്പ്? റൗണ്ട് യെല്ലോ. ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ വൈയും ഉണ്ട്, അതുകൊണ്ട് റൗണ്ട് യെല്ലോ. അടുത്തത് നോക്കൂ. ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, സ്മോൾ വൈ, സ്മോൾ വൈ. എന്താ ഫിനോടൈപ്പ്? ക്യാപിറ്റൽ ആർ ഉള്ളതുകൊണ്ട് റൗണ്ടാണ്, രണ്ടും സ്മോൾ ആയതുകൊണ്ട് ഗ്രീനാണ്. ഇനി അടുത്തത് നോക്കാം. സ്മോൾ ആർ ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈയുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ വൈ. ഫിനോടൈപ്പ് എന്താ? ക്യാപിറ്റൽ ആർ ഉണ്ട്, ക്യാപിറ്റൽ വൈ ഉണ്ട്. സോ റൗണ്ട് അല്ലോ. നെക്സ്റ്റ്, സ്മോൾ ആർ ക്യാപിറ്റൽ വൈ ഫ്യൂസസ് വിത്ത് ക്യാപിറ്റൽ ആർ, സ്മോൾ വൈ. ക്യാപിറ്റൽ ആർ ഉണ്ട്, സ്മോൾ ആർ ഉണ്ട്, ക്യാപിറ്റൽ വൈ ഉണ്ട്, സ്മോൾ വൈ ഉണ്ട്. ഫിനോടൈപ്പ് ക്യാപിറ്റൽ ആർ ഉണ്ട്, ക്യാപിറ്റൽ വൈ ഉണ്ട്. സോ റൗണ്ട് അല്ലോ. ഇനി അടുത്തതിൽ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ, സ്മോൾ ആർ ക്യാപിറ്റൽ വൈ. അപ്പോൾ ഇവിടെ സ്മോൾ ആർ, രണ്ട് സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ വൈ. ഇപ്പോൾ രണ്ടും സ്മോൾ ആർ ആയതുകൊണ്ട് ഷേപ്പ് എന്താണ്? റിങ്കിൾഡ് ഷേപ്പാണ്, റിസസീവാണ്, റിങ്കിൾഡ് ഷേപ്പായി. ഇത് രണ്ടും ക്യാപിറ്റലാണ്, അതുകൊണ്ട് എന്താ കളറ്? യെല്ലോ. സോ റിങ്കിൾഡ് യെല്ലോ, റിങ്കിൾഡ് യെല്ലോ. ഇനി അടുത്തതിലോ ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ, സ്മോൾ ആർ, സ്മോൾ വൈ. എന്താ? സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ. ഫിനോടൈപ്പ് രണ്ടും സ്മോൾ ആർ ആയതുകൊണ്ട് റിങ്കിൾഡ്, ഒരു ക്യാപിറ്റൽ വൈ ഉള്ളതുകൊണ്ട് യെല്ലോ. സോ ഇറ്റ് ഈസ് റിങ്കിൾഡ് യെല്ലോ. അടുത്തതിലോ സ്മോൾ ആർ, സ്മോൾ വൈ ഫ്യൂസസ് വിത്ത് ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ. അപ്പോൾ ഇത് രണ്ടും ക്യാപിറ്റൽ ഓരോന്ന് വീതം ഉണ്ട്, അതുകൊണ്ട് ഫിനോടൈപ്പ് റൗണ്ട് യെല്ലോ. അടുത്തതിലോ സ്മോൾ ആർ, സ്മോൾ വൈ ഫ്യൂസസ് വിത്ത് ക്യാപിറ്റൽ ആർ, സ്മോൾ വൈ. അപ്പോൾ ഇവിടെ ഒരു ക്യാപിറ്റൽ ലെറ്റർ വന്നു, സോ അതുകൊണ്ട് റൗണ്ട്. രണ്ടും പക്ഷേ സ്മാൾ ലെറ്റേഴ്സാണ്, അതുകൊണ്ട് ഗ്രീൻ കളർ. The same way, next combination also small r, small y fuses with small r, capital Y. അപ്പോൾ ഇവിടെ രണ്ട് സ്മോൾ ആർ ആണ്, അതുകൊണ്ട് റിങ്കിൾഡ് ഷേപ്പ്. ഒരു ക്യാപിറ്റൽ വൈ ഉണ്ട്, അതുകൊണ്ട് യെല്ലോ കളർ. അടുത്തതിലോ സ്മോൾ ആർ, സ്മോൾ വൈ ഫ്യൂസസ് വിത്ത് സ്മോൾ ആർ, സ്മോൾ വൈ. സോ സ്മോൾ ആർ, സ്മോൾ വൈ, സ്മോൾ വൈ. സോ സ്മോൾ ആർ, റിങ്കിൾഡ്, സ്മോൾ വൈ ഗ്രീൻ, റിങ്കിൾഡ് ഗ്രീൻ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ നമ്മൾ ഫിനോടൈപ്പ് പരിശോധിക്കുമ്പോൾ എത്ര റൗണ്ട് യെല്ലോ ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 and 9. 9 റൗണ്ട് യെല്ലോ, 9 റൗണ്ട് യെല്ലോ. ഇനി എത്ര റൗണ്ട് ഗ്രീൻ ഉണ്ട്? 1, 2, 3. 3 റൗണ്ട് ഗ്രീൻ, 3 റൗണ്ട് ഗ്രീൻ. ഇനി എത്ര റിങ്കിൾഡ് യെല്ലോ ഉണ്ട്? 1, 2, 3. 3 റിങ്കിൾഡ് യെല്ലോ. എത്ര റിങ്കിൾഡ് ഗ്രീൻ ഉണ്ട്? 1. So the phenotypic ratio is 9:3:3:1. Dihybrid phenotypic ratio is 9:3:3:1. അപ്പോൾ വളരെ ഭംഗിയായിട്ട് ഓർത്തിരിക്കേണ്ട റേഷ്യോ ആണ് 9:3:3:1. അപ്പോൾ ഇവിടെ ഈ ഒരു ക്രോസ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ് മെൻ്റൽ ക്രോസ്ഡ് റൗണ്ട് യെല്ലോ സീഡ്സ് ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ വിത്ത് wrinkled green seeds. In the F1 generation, all the seeds were round yellow with the genotype capital R, capital Y, small y, showing the dominant characters. In the second step, F1 offsprings were self-fertilized and F2 generation was made. In F2 generation, Mendel observed 4 types of plants.
2-wire parent-like round yellow and wrinkled green, and other 2-wire recombinant type round green and wrinkled yellow. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയതിൽ പാരൻ്റൽ ടൈപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? റൗണ്ട് യെല്ലോ പാരൻ്റൽ ടൈപ്പാണ്, റിങ്കിൾഡ് ഗ്രീനും പാരൻ്റൽ ടൈപ്പാണ്. ഇത് രണ്ടും പാരൻ്റൽ ടൈപ്പാണ്. റൗണ്ട് യെല്ലോയും റിങ്കിൾഡ് ഗ്രീനും പാരൻ്റൽ ടൈപ്പാണ്. റൗണ്ട് യെല്ലോ, ഈ കാണുന്ന റൗണ്ട് യെല്ലോ എല്ലാം പാരൻ്റൽ ടൈപ്പാണ്. റിങ്കിൾഡ് ഗ്രീൻ എന്ന് പറയുന്നത് പാരറ്റ് ടൈപ്പാണ്. ഇനി പാരൻ്റൽ ടൈപ്പ് അല്ലാതെ കണ്ടത് ഏതാണ്? റൗണ്ട് ഗ്രീനും റിങ്കിൾഡ് യെല്ലോയും. ഇത് നോൺ പാരൻ്റൽ ടൈപ്പാണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് മെൻഡൽ പുതിയൊരു ലാ പ്രപ്പോസ് ചെയ്തു. നേരത്തെ മോണോഹൈബ്രിഡ് ക്രോസിനെ ബേസ് ചെയ്തിട്ട് മെൻഡൽ പ്രപ്പോസ് ചെയ്ത ലായാണ് ലാ ഓഫ് ഡോമിനൻസും ലാ ഓഫ് സെഗ്രിഗേഷനും. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് ഡൈഹൈബ്രിഡ് ക്രോസിനെ ബേസ് ചെയ്തിട്ട് മെൻഡൽ പ്രപ്പോസ് ചെയ്ത അടുത്ത ലായാണ് ലാ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. This law states that when two pairs of traits are combined in a hybrid, segregation of one pair of characters is independent of the other pair of characters. എന്താ ലാ പറയുന്നത്? When two pairs of traits are combined in a hybrid. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയ എക്സാമ്പിളിൽ 2 പെയർ ട്രൈറ്റ്സ്, സീഡ് കളറും സീഡ് ഷേപ്പും. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ഇത് രണ്ടും എന്തിനെ സൂചിപ്പിക്കുന്നു? സീഡിൻ്റെ ഷേപ്പിനെ സൂചിപ്പിക്കുന്നു. ക്യാപിറ്റൽ ഒയും സ്മാൾ ഒയും എന്തിനെ സൂചിപ്പിക്കുന്നു? സീഡിൻ്റെ കളറിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെ 2 പെയർ ട്രേറ്റ്സ് ഒരു ഹൈബ്രിഡിനകത്തുണ്ടെങ്കിൽ ഇതിൽ സെഗ്രിഗേഷൻ ഓഫ് 1 പെയർ ഓഫ് ക്യാരക്ടർ, ഒരു പെയർ ക്യാരക്ടർ വേർപിരിയുന്നത് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ദ അതർ പെയർ ഓഫ് ക്യാരക്ടേഴ്സ്. അത് മറ്റതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അത് ഫ്രീ ആയിട്ട് അത് സെഗ്രിഗേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ക്യാപിറ്റൽ ആറിന് ക്യാപിറ്റൽ ഒയിലൂടെ ചേരാൻ പറ്റുന്നതും ക്യാപിറ്റൽ ആറിന് സ്മാൾ ഒയിലൂടെ ചേരാൻ പറ്റുന്നതും. ഇപ്പോൾ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന റൗണ്ട് ഷേപ്പ് എപ്പോഴും ക്യാപിറ്റൽ ഒയുടെ കൂടെ മാത്രമേ പോകൂ എന്നില്ല. ഇപ്പോൾ റൗണ്ട് ഷേപ്പിന് യെല്ലോ കളറിൻ്റെ ജീനുമായിട്ട് കൂടിച്ചേരാം, റൗണ്ട് ഷേപ്പിൻ്റെ അലിലിന് ഗ്രീൻ കളറിൻ്റെ അലിലുമായിട്ടും കൂടിച്ചേരാം, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൂടിച്ചേരാം, സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ സ്മാൾ ആറിന് ക്യാപിറ്റൽ ഒയുമായിട്ടും കൂടിച്ചേരാം, സ്മാൾ ആറിന് സ്മാൾ ഒയുമായിട്ടും കൂടിച്ചേരാം. അതാണ് ഈ ലാ പറയുന്നത്. When 2 pairs of traits are combined in a hybrid, segregation of 1 pair of characters is independent of the other pair of characters. ഒരു പെയർ ക്യാരക്ടർ വേർപിരിയുന്നത് മറ്റതിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് അല്ല. അപ്പോൾ ലാ ഒന്നുകൂടെ ഓർക്കുക. When 2 pairs of traits are combined in a hybrid, segregation of 1 pair of characters is independent of the other pair of characters. അപ്പോൾ ഇതാണ് ലാ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് പറയുന്നത്. ലാ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് പറയുന്നത്. ഇനി ഇതിനെ നമ്മൾ പണ്ണറ്റ് സ്ക്വയറിൽ കൂടെ നമ്മൾ എങ്ങനെയൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും? The Punnett square can be used to understand the independent segregation of the 2 pairs of genes during meiosis and the production of X and Paul in the F1 hybrid. Capital R small r, capital Y small y plant. The F1 hybrid, capital R small r, capital Y small y plant produces 4 types of gametes, such as നമ്മൾ ഇവിടെ കണ്ട ഗമീറ്റ്സുകൾ തന്നെ. The cross of 2 such plants produce 16 combinations. ഇതനുസരിച്ച് 16 കോമ്പിനേഷൻസ് ഇവിടെ ഫോം ചെയ്യുന്നു. Out of the 16 combinations, 9 are round yellow. 9 round yellow മനസ്സിലാക്കി നമ്മൾ. Because they have both dominant genes R and Y. അപ്പോൾ ഇതിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വരുന്ന ഡോമിനൻ്റ് ജീൻസ് വരുന്നുവെങ്കിൽ ആ ക്യാരക്ടർ ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. 3 combinations are round green.
3 കോമ്പിനേഷൻസ് റൗണ്ട് ഗ്രീൻ ആണ്. ബിക്കോസ് ദേ ഹാവ് ഡോമിനൻ്റ് ആർ ജീൻ, ഡോമിനൻ്റ് ആയിട്ടുള്ള ആർ ജീൻ ഉണ്ട് ഫോർ റൗണ്ട് ആൻഡ് റിസസീവ് ജീൻ ഫോർ ഗ്രീൻ വൈ. 2 റിസസീവ് ജീൻ വരുന്നുണ്ട്, സ്മോൾ വൈ സ്മോൾ വൈ സ്മോൾ വൈ സ്മോൾ വൈ. അതുകൊണ്ട് എന്താണ്? ഗ്രീൻ ആണ്, ഗ്രീൻ ആണ്. Other 3 combinations are wrinkled yellow because they have dominant gene for yellow and recessive gene for wrinkled shape. അപ്പോൾ wrinkled yellow ആണ്. wrinkled yellowയ്ക്ക് രണ്ടും സ്മോൾ ആർ വരുമ്പോൾ wrinkled ആണ്. സ്മോൾ വൈ ക്യാപിറ്റൽ വൈ ഉള്ളതുകൊണ്ട് അത് യെല്ലോ ആണ്. 1 combination is wrinkled green. ഒരു കോമ്പിനേഷൻ wrinkled green ആണ്. ബിക്കോസ് ഇറ്റ് ഹാസ് ബോത്ത് റിസസീവ് ജീൻ ആർ ആൻഡ് വൈ. രണ്ടിലും സ്മോൾ ആറും സ്മോൾ വൈയും ഹോമോസൈഗസ് കണ്ടീഷനിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെന്താണ്? wrinkled green ആണ്. Thus, the phenotypic ratio of dihybrid cross is 9:3:3:1. 9 round yellow is to 3 round green is to 3 wrinkled yellow is to 1 wrinkled green. The genotypic ratio of dihybrid cross അടുത്ത് പറയുന്നു 1:2:2:4:2:4:2:1:1. എന്താണത്? 1 റൗണ്ട് യെല്ലോ, 2 റൗണ്ട് യെല്ലോ. ജീനോടൈപ്പ് നോക്കുക, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ. ഒരു ക്യാപിറ്റൽ ആറും ഒരു ക്യാപിറ്റൽ വൈയും ഉണ്ടെങ്കിൽ അത് റൗണ്ട് യെല്ലോ ആണ്. ഫിനോടൈപ്പ് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ഉള്ള എത്ര എണ്ണേ ഉള്ളൂ? ഒരെണ്ണേ ഉള്ളൂ. ഇനി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ ഉള്ള എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അതും റൗണ്ട് യെല്ലോ തന്നെ. സ്മോൾ ആർ ക്യാപിറ്റൽ വൈ എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണേ ഉള്ളൂ, wrinkled യെല്ലോ. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ വരുന്ന എത്ര എണ്ണം ഉണ്ട്? 2 റൗണ്ട് യെല്ലോ. 4 ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ വരുന്നതുകൊണ്ട് റൗണ്ട് യെല്ലോ. ഒരെണ്ണം ക്യാപിറ്റൽ ആർ സ്മോൾ വൈ വരുന്ന റൗണ്ട് ഗ്രീൻ ഉണ്ട്. 2 സ്മോൾ ആർ ക്യാപിറ്റൽ വൈ വരുന്ന wrinkled യെല്ലോ ഉണ്ട്. 2 ക്യാപിറ്റൽ ആർ സ്മോൾ വൈ വരുന്ന റൗണ്ട് ഗ്രീൻ ഉണ്ട്. 1 സ്മോൾ ആർ സ്മോൾ വൈ വരുന്ന wrinkled ഗ്രീൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ജീനോട്ടിപ്പിക് റേഷ്യോ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിലും അതിൻ്റെ ഫിനോട്ടിപ്പിക് റേഷ്യോ നന്നായിട്ട് ഓർത്തിരിക്കണം. 9:3:3:1. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ കാണുന്നതിനായി അടുത്ത വീഡിയോ കാണുക.